8051 പ്രോഗ്രാമിംഗ് ഇൻ സി. കഴിഞ്ഞ ക്ലാസ് വരെ അസംബ്ലി ലാംഗ്വേജിലാണ് നമ്മൾ 8051 പ്രോഗ്രാംസ് എഴുതിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സി ഭാഷയിൽ, സി ലാംഗ്വേജിൽ, ഹൈ ലെവൽ ലാംഗ്വേജിൽ എങ്ങനെ നമുക്ക് 8051 പ്രോഗ്രാംസ് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ്. സി എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കതിൻ്റെ ഡേറ്റ ടൈപ്പുകളെ കുറിച്ചോ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചോ ഒന്നും പറയേണ്ട ആവശ്യങ്ങളില്ല. എങ്ങനെ എഴുതാമെന്ന് മാത്രം നോക്കിയാൽ മതി. അഡ്വാൻറ്റേജസ് ഓഫ് സി പ്രോഗ്രാമിംഗ്: ഈസിയർ ആൻഡ് ലെസ് ടൈം കൺസ്യൂമിംഗ്. എളുപ്പമാണ്, സമയം കുറച്ച് മതി. സി ഈസ് ഈസിയർ ടു മോഡിഫൈ ആൻഡ് അപ്ഡേറ്റ്. പെട്ടെന്ന് തന്നെ മോഡിഫൈ ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. യു ക്യാൻ യൂസ് കോഡ് അവൈലബിൾ ഇൻ ഫംഗ്ഷൻ ലൈബ്രറീസ്. ഫംഗ്ഷൻ ലൈബ്രറിയിലുള്ള കോഡുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സി കോഡ് ഈസ് പോർട്ടബിൾ ടു അതർ മൈക്രോ കൺട്രോളേഴ്സ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മറ്റ് മൈക്രോ കൺട്രോളേഴ്സിലേക്ക് പോർട്ടബിൾ ആണ്. അതേസമയം 8051 എഴുതുന്നത് നമ്മൾക്ക് അത് മൈക്രോ കൺട്രോളർ മാറുമ്പോൾ മെഷീൻ സ്പെസിഫിക് ആയിരുന്നുവെങ്കിൽ ഇവിടെ മെഷീൻ സ്പെസിഫിക് ആയിട്ട് മാറുന്നില്ല. മൈക്രോ കൺട്രോളർ മാറിയാലും നമുക്കതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി സിയിൽ എഴുതുമ്പോൾ ഏതൊക്കെ ഡേറ്റ ടൈപ്സ് ഉപയോഗിക്കാം? നമ്മൾ സി ലാംഗ്വേജിൽ ഏറ്റവും പോപ്പുലറായിട്ട് ഉപയോഗിച്ച ഡേറ്റ ടൈപ്പ് ഇൻറ്റ് ആണ്, അല്ലേ? ഇവിടെ നമുക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് അൺസൈൻഡ് ക്യാരക്ടറാണ്. കാരണം എന്താ? 8-bit ഡേറ്റ ടൈപ്പാണ് അൺസൈൻഡ് ക്യാരക്ടർ. സി 8051 എന്ന് പറഞ്ഞാൽ 8-bit മൈക്രോ കൺട്രോളറാണ്. മോസ്റ്റ് ഓഫ് ദി രജിസ്റ്റേഴ്സ് ആർ 8-bit. 00 മുതൽ FF വരെ ആണ് അതിന്റെ കപ്പാസിറ്റി. അപ്പോൾ 8-bit എന്ന് പറയുമ്പോൾ ഇറ്റ് ടേക്സ് എ വാല്യൂ ഇൻ ദ റേഞ്ച് ഓഫ് 0 to 255. അതായത് 0 to FF മതി. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആണ്. ഇന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഹെക്സ് ഫയൽ എന്ന് പറയുന്നത് കുറച്ച് ബിഗർ ആയി മാറും. അതുകൊണ്ട് നമുക്ക് അൺസൈൻഡ് ക്യാരക്ടർ എന്നുള്ള ഡേറ്റ ടൈപ്പ് മതി. ഇനി സൈൻഡ് ക്യാരക്ടർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണ്? പോസിറ്റീവ് നെഗറ്റീവ്, ടെമ്പറേച്ചർ പോലെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ സൈൻഡ് ക്യാരക്ടർ എന്ന ഡേറ്റ ടൈപ്പും നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ പോലും നമുക്ക് അൺസൈൻഡ് ക്യാരക്ടർ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു പ്രോഗ്രാം സിയിലും ഒരു പ്രോഗ്രാം അതേ പ്രോഗ്രാം തന്നെ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയാലുള്ള വ്യത്യാസം നോക്കാം. ഇതാണ് നമ്മുടെ പ്രോഗ്രാം 8051 പ്രോഗ്രാമിംഗ് ഇൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 37. റൈറ്റ് ആൻ ALP in 8051 to send value 00 to FF to port 1. പോർട്ട് 1 ഉണ്ട്. പോർട്ട് 1ൽ 00 മുതൽ FF വരെ അയക്കുക. മനസ്സിലായോ? 00 അയക്കുക, then 01, then 02, then 03, അങ്ങനെ FF വരെ അയക്കുക. അത്ര മാത്രമേ ഉള്ളൂ പോർട്ട് 1. അത് രണ്ടിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന അസംബ്ലിയിലും ഇവിടെ എഴുതിയിരിക്കുന്ന സിയിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അസംബ്ലിയിൽ എഴുതുമ്പോൾ ആ പ്രോഗ്രാം നോക്കിയാൽ ORG0H പ്രോഗ്രാം സ്റ്റാർട്ട്സ്. ക്ലിയർ അക്യുമുലേറ്ററിന്റെ വാല്യൂ 0. മൂവ് P1, A 0 P1ലേക്ക് അയച്ചു. അതാണ് ആദ്യം അയക്കേണ്ടത്. ദെൻ ഇൻക്രിമെന്റ് A, അക്യുമുലേറ്ററിന്റെ വാല്യൂ 1 ആയി. ഇനി അടുത്ത 1 അയക്കണം. കമ്പയർ ആൻഡ് ജമ്പ്, കമ്പയർ ചെയ്തു. കമ്പയർ ആൻഡ് ജമ്പ് ഇഫ് നോട്ട് ഈക്വൽ. കമ്പയർ ആണ് ഏതാണ്? അക്യുമുലേറ്ററിന്റെ വാല്യൂ ഏതാണ്? 1ഉം FF കമ്പയർ ചെയ്തു. ഓക്കെ. ജമ്പ് ഇഫ് നോട്ട് ഈക്വൽ. നോട്ട് ഈക്വൽ ആണെങ്കിൽ ജമ്പ് ചെയ്യുക. എവിടേക്ക്? എഗെയിനിലേക്ക്. നോട്ട് ഈക്വൽ ആണല്ലോ, നോട്ട് ഈക്വൽ അവിടെ പോയി എഗെയിനി വന്നു. മൂവ് P1, A. അതിന്റെ അർത്ഥം എന്താ? അക്യുമുലേറ്ററിൽ പോയിരിക്കുന്ന 1 ആണ്. 1നെ ഔട്ട് ചെയ്തു. ഇൻക്രിമെന്റ് എയുടെ വാല്യൂ 2ഉം FF കമ്പയർ ചെയ്തു. നോട്ട് ഈക്വൽ ആണ്, എന്ത് ചെയ്തു? ഔട്ട് ചെയ്തു. 3ഉം FF കമ്പയർ ചെയ്യും. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ലൂപ്പിൽ ഇങ്ങനെ കറങ്ങി അവസാനം FF വരെ എത്തിയതിനു ശേഷം FF ആകുമ്പോഴോ രണ്ടുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ താഴേക്ക് വന്നു. ആ FFനെയും ഔട്ട് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. ഇത്രയാണ് നമ്മുടെ ആവശ്യം. 00 മുതൽ FF വരെ ഔട്ട് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ അസംബ്ലിയിൽ എഴുതിയത്, ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി അതിനെ നമ്മൾ 8051 സിയിലേക്ക് മാറ്റുമ്പോഴുണ്ടാകുന്ന എളുപ്പവും വ്യത്യാസവും നോക്കാം. Write an 8051 C program to send value 00 to FF to port 1. Same. Solution. #include register 51.h എന്ന ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ conaivo.h ഒക്കെ സിയിൽ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ. രജിസ്റ്റർ 51.h ഇതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫയൽ. void main program ഓപ്പണിംഗ് ബ്രൈസ്. അൺസൈൻഡ് ക്യാരക്ടർ ഇസഡ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡേറ്റ ടൈപ്പ് ഇവിടെ അൺസൈൻഡ് ക്യാരക്ടർ ആണ്. കാരണം 00 to FF മതി നമുക്ക്. അപ്പോൾ ഇസഡിനെ അൺസൈൻഡ് ക്യാരക്ടർ ആയിട്ട് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തു. ദെൻ ഫോർ ലൂപ്പ് തുടങ്ങുകയാണ്. ഫോർ ഇസഡ് ഇസ് ഈക്വൽ ടു 0, അല്ലേ? ഫോർ ഇസഡ് ഇസ് ഈക്വൽ ടു 0, ഇസഡ് ഇസ് ലെസ് ദാൻ 255, ഇസഡ് പ്ലസ് പ്ലസ്. ഇസഡ് 0 മുതൽ 255 വരെ ഇൻക്രിമെന്റ് ചെയ്യട്ടെ. P1 ഇസ് ഈക്വൽ ടു ഇസഡ്. ഇസഡിന്റെ വാല്യൂ P1ലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ Z is equal to 0, P1 is equal to 0. Z is equal to 1, P1 is equal to 1. അവസാനം 285 വരെ P1 എൻഡ്. ഈ രണ്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മുടെ പ്രോഗ്രാമിൽ ആവശ്യമുള്ളൂ. ഇത് സെയിം വർക്ക് തന്നെയാണ് ഇത് സിയിലും ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഈസിയർ, അതിന്റെ ഈസിനെസ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും.